അപ്പുവിൻ്റെ മാന്ത്രിക കുതിര. ഇത് അപ്പുവിന് ഏറ്റവും ഇഷ്ടം ആകാശമാണ്. ആകാശത്തിൻ്റെ നിറമാറ്റവും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളും അപ്പുവിനെന്നും കൗതുകമാണ്. ആകാശത്ത് പറക്കുന്നത് അപ്പു എന്നും സ്വപ്നം കാണാറുണ്ട്. ഒരിക്കലത് സംഭവിച്ചു. അപ്പു പോകുന്ന വഴിയിൽ ഒരു മാന്ത്രികനുണ്ടായിരുന്നു. ഒപ്പം അയാളുടെ പറക്കുന്ന കുതിരയും. ഞാൻ ചോദിക്കുന്ന 3 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തന്നാൽ ഈ മാന്ത്രിക കുതിര നിനക്ക് സ്വന്തം. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? ചോദിക്കൂ. ഒന്നാമത്തെ ചോദ്യം, ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം ഏതാണ്? സൂര്യൻ. ഉത്തരം ശരിയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ചന്ദ്രൻ. ശരി. ഇനി മൂന്നാമത്തെ ചോദ്യം, സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? 8. ഓ ശരി, എല്ലാം ശരി. ഈ മാന്ത്രിക കുതിര നിനക്ക് സ്വന്തം. ഇത്രയും പറഞ്ഞ ശേഷം മാന്ത്രികൻ അപ്രത്യക്ഷനായി. അപ്പു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൻ കുതിരയുടെ അടുത്തേക്ക് ചെന്നു. കുതിര അപ്പുവിനെയും കൊണ്ട് പറന്നു. പറന്നുയർന്നു പോകുമ്പോൾ അപ്പുവിന് വിശ്വസിക്കാനായില്ല. വീടുകളൊക്കെ ചെറുതായി വരുന്നു. കാറുകൾ ഉറുമ്പുകൾ പോലെ നിരനിരയായി നീങ്ങുന്നു. പറന്ന് മേഘങ്ങൾക്ക് മുകളിലൂടെ പറന്ന് അവർ ചന്ദ്രനെ ലക്ഷ്യമാക്കി നീങ്ങി. അങ്ങനെ അവർ ചന്ദ്രനിൽ പറന്നിറങ്ങി. ഞാനീ കാണുന്ന സ്വപ്നമാണോ? ഇതാരാണ്? ആരുമില്ലല്ലോ. എനിക്ക് ഭാരം തീരെ തോന്നുന്നില്ല. ശരിയാണ്. ചന്ദ്രനിൽ ഗുരുത്വാകർഷണ ബലം കുറവായതുകൊണ്ട് ഭൂമിയിലുള്ളതിനേക്കാൾ 6 ഭാരം മാത്രമേ ചന്ദ്രനിൽ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ പറന്നു നടക്കാൻ നല്ല രസമുണ്ട്. ഇത് നമ്മളെ ഭൂമിയല്ലേ? ഇതൊരു പന്ത് പോലെ ഉണ്ടല്ലോ കാണാൻ. അങ്ങനെ കുറേ സമയം അപ്പു അവിടെ ചെലവഴിച്ചു. മതി, ഇനി നമുക്ക് തിരിച്ചു പോകാം. എന്തു രസമായത് കാണാൻ. നിങ്ങളോ? എനിക്ക് പേടിയാകുന്നു. മോനെ അപ്പോ നീ എഴുന്നേറ്റില്ലേ? നേരം 9 മണി കഴിഞ്ഞല്ലോ. അവധിയാണെന്ന് വെച്ച് ഇങ്ങനെ ഉറങ്ങണോ? എന്തൊരുറക്കായത്? ഞാൻ വീട്ടിൽ തന്നെയാണോ? എല്ലാം ഒരു സ്വപ്നമായിരുന്നു. വൈകുന്നേരമായപ്പോൾ അപ്പു പതിവ് പോലെ പുറത്തേക്കിറങ്ങി. അല്ല, നീ വാഹന നിരീക്ഷണത്തിന് ഇറങ്ങിയോ? ഇരുട്ട് മുമ്പ് തിരിച്ചെത്തണേ മോനെ. ശരി അമ്മേ. അപ്പുവിൻ്റെ മനസ്സ് നിറയെ ഇന്നലെ കണ്ട സ്വപ്നമായിരുന്നു. എങ്ങാനും ഈ വഴിയിൽ ആ മാന്ത്രികനും കുതിരയും ഉണ്ടാകുമോ? അതൊക്കെ വെറും സ്വപ്നത്തിൽ മാത്രമല്ലേ. എൻ്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ആൻഡ് ടേക്ക് കെയർ.